വളർത്തിയൊരു മോളുണ്ടല്ലോ, അവളെ എന്ത് ചെയ്യാനീ? ഞാൻ ഉണ്ടാക്കിയതെല്ലാം ഇട്ടിട്ട് അവളെന്നെ ഈ പരമ ദുഃഖത്തിലാക്കിയിട്ട് പോയില്ലേ അവള്. ഓ, ഇത് ഞാൻ രാവിലെ തന്നെ പഴംപുരാണം തുടങ്ങി. അതെങ്ങനെ? എന്റെ കെട്ടുകാരോട് പണയം വെച്ചിട്ടല്ലേ മനുഷ്യ നിങ്ങൾ കുടിച്ചത്? അവളെങ്കിലും പോയി രക്ഷപ്പെട്ടു ഈ നരകത്തിൽ. അമ്മേ, ഞാൻ ഇറങ്ങുന്നു. എടാ, ആരെ കാണുന്നില്ലല്ലോ. എടാ വരുവടാ വരും, നീ ഒന്ന് വെയിറ്റ് ചെയ്. ഒരു വരുന്നുണ്ട്, നിന്റെ കയ്യിലെ സിഗരറ്റ്. ചേട്ടാ, ഫസ്റ്റ് ഇയർ BSc ഫിസിക്സിന്റെ ക്ലാസ് എവിടാ? പറയാമല്ലോ, പക്ഷെ അതിനു മുമ്പ് നമുക്കൊന്ന് പരിചയപ്പെടണമെന്ന്. അത് ശരിയാ. എന്താ നിന്റെ പേര്? എന്റെ പേര് മനു. മനുവോ? എവിടാ നിന്റെ വീട്? ചങ്ങനാശ്ശേരിയില്ല. ചേട്ടാ, ക്ലാസ് പറയാമെങ്കിൽ ഞാനും പോകായിരുന്നു. ആട്ടെ, എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി വല്ലതും ഉണ്ടോ? എന്ന് വെച്ചാൽ പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെ അറിയാമോന്നോ? ഇല്ല, അങ്ങനൊന്നും എനിക്കറിയില്ല. അയ്യേ, അറിയത്തില്ലയോ? എടാ, എവിടെ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണവനെ, പാവ ചേർക്കെ. ഞാൻ പഠിപ്പില്ല, ഇനി വാ, ഞാൻ പഠിപ്പിച്ചു തരാം. വെള്ളത്തിന് വേണ്ടി ടാപ്പ് എങ്ങനെയാ തിരിക്കുന്നത് ഒന്ന് കാണിച്ചേ. ഒന്ന് ഇങ്ങനെ തിരിച്ചാ മതി. കൊള്ളാം കൊള്ളാം. എങ്ങനെ നമ്മള് ബൾബ് ഇടുന്നത്? ബൾബ് നമ്മള് ഇങ്ങനെ തിരിച്ചാ മതി. എങ്ങനെ തിരിച്ചാ മതി? ഓക്കെ, കൊള്ളാം കൊള്ളാം, മിടുക്കനാണല്ലോ. നിന്റെ കാല് ചെളി പറ്റിയാ നീ എങ്ങനെ കളയുന്നത്? നമ്മള് കാല് വെച്ച് ഇങ്ങനെ തട്ടിക്കളയും. വളരെ നന്നായിരിക്കുന്നു, കൊള്ളാം, മിടുക്കൻ. അന്ന് ഇത് മൂന്നും ഒരുമിച്ചൊന്ന് ചെയ്തേ. റെഡി? നീ കരയുന്നത്? നീ പേടിക്കേണ്ട കാര്യമൊന്നും. മോനെ, ഇതാണ് ഡാൻസ്. ചേട്ടാ, ഇനി ഞാൻ പോട്ടെ. പിന്നെ ഞങ്ങളുടെ ഒരു സന്തോഷത്തിന് ഈ സിഗരറ്റ് കൂടെ ഒന്ന് വലിച്ചേ നോക്കട്ടെ. നിങ്ങളെ പറഞ്ഞാൽ പറ്റത്തില്ല. ലഹരിയുടെ മാസ്തര ലോകം. ഇല്ല. അതെന്താ നീ പോകാത്തത്? ഇല്ലെന്ന് പറഞ്ഞാ ഇല്ല, അത്ര തന്നെ. കോളേജിൽ പോയിട്ട് 2-3 മാസമല്ലായല്ലോ. എന്താ നിന്റെ സ്വഭാവത്തിൽ ഇത്ര മാറ്റം? കോളേജല്ലേ, മാറ്റമൊക്കെ വരും. 10ാം ക്ലാസ് പഠിക്കാതെ അച്ഛനോടൊന്നും പറഞ്ഞിട്ട് കാര്യം. എല്ലാം എന്റെ വിധി, അല്ലാതെ എന്ത് പറയാനാ? മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന് പഴമക്കാർ പറഞ്ഞത് എത്ര സത്യമാണ്. തുടങ്ങി. ഇവിടെ നിന്നാ എനിക്ക് ഭ്രാന്തി പിടിക്കും. ഞാൻ പോവാ. എടി, അവന്റെ സ്വഭാവത്തിൽ എന്തോ കാര്യമായ മാറ്റമുണ്ടല്ലോ. അതെ അതെ, ഞാനും ശ്രദ്ധിച്ചു. എന്താ ഒരു ദേഷ്യം? നമ്മുടെ ആ പഴയ മനുമോനെ അല്ല അവരിക്കും. അതെ, ഈ ദിവസങ്ങളിൽ റൂമിൽ തനിയെ ഒരുപാട് സമയം ഇരിക്കുന്നത് ഞാൻ കണ്ടു. നീ അവനെ ഒന്ന് ശ്രദ്ധിക്കണം. എന്താണെന്നറിയില്ല, എന്റെ മനസ്സിനൊരു പിടച്ചു. ദൈവമേ, എന്താണോ ഞങ്ങളുടെ മനുമോൻ? എടി, ആ ഫോണൊന്നും എടുത്തേ. ഹലോ, ആരാണ്? അതെ, മനുവിന്റെ അമ്മയാണ്. നിങ്ങൾ ആരാണ്?
എന്ത് പറ്റി എന്ത് പറ്റി? നമ്മുടെ മോനെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. എന്താന്ന് അറിയില്ല. നീ ഒന്ന് മോനെ, നീ ഒന്ന് സമാധാനിക്ക്, നീ ഒന്ന് സമാധാനിക്ക്. ഞാൻ പോയി നോക്കിട്ട് വരാം. യെസ് കമ്മിങ്. ഇരിക്കൂ. എന്താണ്? സാർ, എന്റെ മോനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തെന്ന് പറഞ്ഞു ഇവിടുത്തെ ഫോൺ വന്നു. ഓ യെസ്, മനു അല്ലേ? അതെ സാർ. അവന് എന്താ പറ്റിയത്? എന്തു പറ്റാനാ? പണം കൊടുത്ത് മോനെ കോളേജിൽ അയക്കുമ്പോൾ അവനെ ഒന്ന് ശ്രദ്ധിക്കാൻ മറന്നുപോയി അല്ലേ? സാർ, എന്താ സാർ? ഒന്ന് തെളിച്ചു പറ. മോനെ മയക്കുമരുന്ന് ഉപയോഗിച്ചപ്പോൾ ഒന്ന് വിവരക്കാരുന്നല്ലോ. സാർ, എന്റെ മോനോ അങ്ങനെ ഒരിക്കലും ചെയ്യില്ല. അല്പസ്വല്പം മദ്യം ഞാൻ കഴിക്കും, പക്ഷെ അവനെ ഞാൻ ഇതൊന്നും ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. ഹേ മിസ്റ്റർ, അത് നിങ്ങളുടെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. മദ്യത്തിന്റെ വഴിയിലൂടെ നിങ്ങളുടെ ജീവിതം പോയപ്പോൾ മകനെ ഒന്ന് ശ്രദ്ധിക്കാമായിരുന്നല്ലോ. എന്ത്? എന്റെ ദൈവമേ, ഞാൻ എന്തായി കേൾക്കുന്നേ? വഴിവെക്കി കിടന്ന നിങ്ങളുടെ മകനെ ആരോ എത്തിച്ചതാണ്. മനുവിന്റെ മൊബൈലിൽ നിന്നുമാണ് നിങ്ങളുടെ നമ്പർ ലഭിച്ചത്. ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് ലഭിച്ചിരിക്കുന്നത്. നിങ്ങളുടെ മകനെ ഇപ്പോൾ ക്യാൻസറാണ്. എന്റെ മകന് ക്യാൻസറോ? അതെ, ബട്ട് നൗ ഇറ്റ് ഈസ് ക്രിട്ടിക് സ്റ്റേജ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് രക്ഷിക്കാൻ കഴിയുമോ? നിങ്ങളെ പോലെ എത്രയോ അച്ഛനമ്മ മക്കളെ കഷ്ടപ്പെട്ട് പഠിപ്പിക്കുന്നു. ആ കഷ്ടപ്പാടിന് വിലയറിയാതെ ലഭിക്കുന്ന പണം ലഹരിയുടെ മാസ്മരിക ലോകത്തിൽ ദൂർത്തടിക്കുവാൻ അവർ ഉപയോഗിക്കുന്നു. ഫലമോ ലക്ഷ്യം നഷ്ടപ്പെട്ട് ജീവിതം ഹോമിക്കപ്പെടുന്നു. സാർ, ഈ